നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ മൽപ്പിടുത്തം പിടിച്ചതൊക്കെ വെറുതെ അല്ല, കാരണം അത്രയ്ക്ക് ഹെവി ആയിട്ടാണ് ഇവർ പാക്ക് ചെയ്ത് കൊണ്ടു തന്നിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് സ്വീറ്റൻ്റെ 10 ഇഞ്ച് വൂഫറിൻ്റെ പാക്കിങ്ങിനെ പറ്റിയാണ്. അങ്ങനെ ഒരു വൂഫറിൻ്റെ പെട്ടിയിലാണ് മാനുഫാക്ചർഡ് ബൈ ഒക്ട്യൂൺ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കണ്ടത്. ഒരു വൂഫറിൻ്റെ വില 2440. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സ്വീറ്റൻ്റെ 10 ഇഞ്ച് വൂഫറാണ്. 150 വാട്ട്സ് RMS വരുന്ന 8 ohmsലുള്ള ഒരു വൂഫർ. നമ്മൾ 4 വൂഫർ വാങ്ങിച്ചിട്ടുള്ളത്. ആക്ച്വലി നമ്മളിതൊരു ടവർ ബോക്സിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഒരു വൂഫർ ജസ്റ്റ് റിവ്യൂ ചെയ്യുകയാണ്. നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത്. നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് സ്വീറ്റൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. നമുക്കെന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിൻ്റെ ആ ഒരു ബോക്സ് തന്നെ, ആ ഒരു കാർഡ്ബോർഡ് ബോക്സ് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ബോക്സാണ്. കാരണം അത്രയും ഹെവി ആയിട്ടുള്ള നല്ല വെയിറ്റുള്ള വൂഫറാണ് ഇതിനുള്ളിൽ വെച്ച് നമുക്ക് അയച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്കിങ് അങ്ങനെ തട്ടിക്കൂട്ട് പാക്കിങ്ങിലൊന്നും ഇതിരിക്കില്ല. 10 ഇഞ്ച് വൂഫർ 150 WT SBS എന്നാണ് ഈ ഒരു വൂഫറിൻ്റെ മോഡൽ നെയിം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിലാണ് അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. 150 വാട്ട്സ് ആണ് ഇതിൻ്റെ RMS വാട്ട്സ് വരുന്നത്. PMPO 300 വാട്ട്സ് ആണ് പറയുന്നത്. 92 dB ആണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി വരുന്നത്. വോയിസ് കോയിൽ ഡയമീറ്റർ വരുമ്പോൾ 44.8 mm ആണ് വോയിസ് കോയിൽ ഡയമീറ്റർ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് 4.2 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വൂഫർ തന്നെയാണ്. നമുക്കതിൻ്റെ സ്പെസിഫിക്കേഷനിൽ തന്നെ നമുക്കറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ TS പാരാമീറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ പേപ്പർ ക്വാളിറ്റി തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല ക്വാളിറ്റിയിലാണ് അവരത് ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ളത്. ഹെവി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഡീപ്പ് ബേസ് ഒക്കെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുള്ളതിന് 100% നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മളിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2-3 ആഴ്ചയോളം നമ്മൾ ഇത് യൂസ് ചെയ്തു. നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബീഡിങ്ങും ആ ഒരു നല്ല അത്യാവശ്യം വൈഡായിട്ടുള്ള സ്പൈഡറും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. മൂവ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഒരവോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഒരു ഒരയുന്ന നോയ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഈസി ആയിട്ട് സ്വീറ്റൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നോർമലി നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന പോലെ തന്നെ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെന്തായാലും ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു പെയറിന് 4125 രൂപയാണ് ഒരു പെയറിന് വന്നിട്ടുള്ളത്. നമ്മൾ 2 പെയറായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കയ്യിൽ ഇങ്ങനെയൊന്നും പിടിക്കാനായിട്ട് പറ്റില്ല. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഡബിൾ മാഗ്നറ്റിൽ വരുന്നതുകൊണ്ട് അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെയാണ് ഈ ഒരു വൂഫർ വന്നിട്ടുള്ളത്. നമുക്ക് ബാക്കിൽ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ വാട്ട്സും ഓംസും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൊളാരിറ്റിയും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലസും മൈനസും പൊളാരിറ്റി കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നമുക്കിനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഒരിക്കലും നമ്മൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൽ കുറച്ച് ട്രബിൾ കയറിയിട്ടായിരിക്കും നിൽക്കുക. അപ്പം അതുപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവുള്ള മൈക്കായതുകൊണ്ട് അത് നല്ല ഡീപ്പ് ബേസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ചിലമ്പലായിട്ട് തോന്നും. ഒരിക്കലും അങ്ങനെയല്ല. അത് പേഴ്സണലി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് നമുക്ക് ഈ ഒരു വൂഫറിൽ നിന്ന് കിട്ടുന്നത്. ഇത് ഉപയോഗിച്ച് നോക്കിയവർക്ക് അറിയാവുന്നതാണ്. ഇത് 150 വാട്ട്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 150 വാട്ട്സാണ്. ആ ഒരു ഇടി എന്നൊക്കെ പറഞ്ഞാൽ 1.5 കിൻഡൽ ഇടി എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ഇടിയാണ്. ജസ്റ്റ് തള്ളുമല്ല. കാരണം നമ്മൾ നോർമലി 10 ഇഞ്ച് വൂഫറൊക്കെ നമ്മളിപ്പോൾ ബോൾട്ടൻ്റെ ഒക്കെ 100 വാട്ട്സിനൊക്കെ എഴുതി അല്ലെങ്കിൽ 250 വാട്ട്സിനൊക്കെ പറഞ്ഞ് എഴുതി വരുന്നതൊക്കെ STK 4on4 തന്നെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഔട്ട്പുട്ട്, നല്ല പഞ്ച് കിട്ടും. ഇത് STK ICയിൽ കൊടുത്തിട്ട് ഇതൊന്നും അനങ്ങുന്നില്ല. നല്ല ബേസ് കൂട്ടിയിട്ട് ഇതിൻ്റെ പേപ്പർ അനങ്ങുന്നില്ല. കാരണം അത്രയ്ക്ക് ഹെവി ആയിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. അത്ര ഡെപ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിത് കൊടുക്കുന്നത് മഹാരാജയുടെ 5 ട്രാൻസിസ്റ്റർ ബോർഡിലാണ്. ചെറുതായിട്ടൊന്ന് എർത്തിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 5 ട്രാൻസിസ്റ്റർ ബോർഡിലാണ് നമ്മൾ 8 ട്രാൻസിസ്റ്റർ ബോർഡിലാണ് നമ്മൾ ഈ 2 10 ഇഞ്ച് കൊടുക്കുന്നത്. രണ്ടും കൂടി പാരലൽ ചെയ്ത് ഇതിപ്പം 8 ohms ആണ്. പാരലൽ ചെയ്ത് 4 ohms ആക്കി 300 വാട്ട്സ് വൂഫർ സെക്ഷനും 40 വാട്ട്സ് മിഡും എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത്. മാച്ചിങ് അല്ല, ക്ലിപ്പിങ് വരും. പക്ഷെ നമുക്കൊരു മീഡിയം ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ കറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ചാനലിൽ 300 വാട്ട്സ് കിട്ടുമെന്ന് പറയുന്ന ക്ലാസ് D ആംപ്ലിഫയറിലാണ് ഫോസിയോഡിയുടെ. നമുക്ക് 4 ohmsലാണ് 300 വാട്ട്സ് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് 8 ohmsൽ ഒരു 150 വാട്ട്സൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നല്ല ഔട്ട്പുട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൂഫറിൻ്റെ പെർഫോമൻസ് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സോങ് ഒക്കെ കേട്ടിട്ട് നല്ല മൂവ്മെൻ്റ് ആണ്. ഒരു ചിലമ്പോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് ഓൺ ചെയ്യാം, നമുക്കൊന്ന് പ്ലേ ചെയ്യാം.
ഒരു രക്ഷയില്ലാത്ത ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു വൂഫറിൽ നിന്ന് കിട്ടുന്നത്. നല്ല ഡീപ്പ് ബേസ്. അത് നിങ്ങൾക്ക് ഫോണിൽ എത്രത്തോളം കിട്ടിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പേഴ്സണലി കേൾക്കുമ്പം ഭയങ്കര ബേസ്, നല്ല കാറ്റാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ. അത്രയ്ക്ക് മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു വൂഫറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പവറുള്ള, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പവറുള്ള ഒരു 15 വൂഫർ നിങ്ങൾ നോക്കണം, അത്യാവശ്യം വാട്ട്സ് ഉള്ള നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വൂഫർ ഒന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രാൻഡ് നോക്കാം. പക്ഷേ ഇത് ഒരു രക്ഷയില്ല, നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് കേൾക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഓൾറെഡി നമുക്ക് ഈ ഫോണിനകത്ത് ഞാൻ പറഞ്ഞ റെക്കോർഡിങ്ങിൽ ഭയങ്കര നോയിസ് ക്യാൻസലേഷനും എന്തൊക്കെയോ സോഫ്റ്റ്വെയർ വഴി അവർ ഓഡിയോ ഒരു രസമില്ലാത്ത രീതിയിലാണ് ഇതിനകത്ത് ഓഡിയോ റെക്കോർഡാകുന്നത് നമ്മുടെ ഒരു പർപ്പസിന്. അല്ലാണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ടെസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു റെക്കോർഡിങ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഹെഡ്ഫോൺ വെച്ച് കേട്ടവർക്ക് കറക്റ്റ് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കണം. നല്ല അടിപൊളി ഔട്ട്പുട്ടാണ്. ഞാൻ ഒരിക്കലും ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. പേഴ്സണലി അറിയാണ്ട് മീൻസ് എന്താകുമെന്ന് അറിയാണ്ട് വാങ്ങിച്ച പ്രൊഡക്റ്റാണ്. പക്ഷേ എന്താ പറയുക, ഊണ് ഓർഡർ ചെയ്ത് ബിരിയാണി കിട്ടി എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പം. നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നമ്മൾ 4 വാങ്ങിച്ചിട്ടുണ്ട്. 2 വൂഫർ ഒരു ടവറിലെന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ടവർ ബോക്സിൻ്റെയൊക്കെ വർക്ക് ഏകദേശം തീരാറായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സ്വീറ്റൻ്റെ 10 ഇഞ്ച് വൂഫറിനെ പറ്റി. 150 വാട്ട് 8 ohms ലോഡിൽ വർക്ക് ചെയ്യുന്ന സ്വീറ്റൻ്റെ 10 ഇഞ്ച് വൂഫറിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒരു വൂഫർ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.